സ്തോത്രം. റിഫോർമേഷൻ നാളുകളിൽ, നവോത്ഥാന ദിവസങ്ങളിൽ സ്തോത്രം, മാർട്ടിൻ ലൂതർ ഒരു ദിവസം ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിപ്പാൻ വേണ്ടി ഇരുന്നപ്പോൾ സത്തം കടന്നു വന്നു. സത്തം വന്നിട്ട് പറഞ്ഞു, നീയാണോ പ്രാർത്ഥിക്കുന്നത്? നിൻ്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കത്തില്ല. നിൻ്റെ നവോത്ഥാനം, നിൻ്റെ പരിപാടികൾ, ഇതൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. കാര്യം എന്താണെന്നറിയോ? നിനക്ക് ആ കുറ്റമുണ്ട്, നിനക്ക് ഈ കുറ്റമുണ്ട്, നിനക്ക് മറ്റേ പാപമുണ്ട്, നിനക്ക് ഇന്ന കുറവുണ്ടെന്ന് പറഞ്ഞ് വലിയൊരു ലിസ്റ്റ് മാർട്ടിൻ ലൂതറിൻ്റെ മുൻപിൽ സാത്താൻ അങ്ങ് കാണിച്ചു. മാർട്ടിൻ ലൂതർ വളരെ വിഷമിച്ചു. അയ്യോ, ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. സാത്താൻ പറയുന്നത് ഭാഗികമായി സത്യമാണ്. ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. എങ്ങനെയാണ് എനിക്കിതിൽ നിന്ന് വിമോചനം ഉണ്ടാകുന്നത്? പെട്ടെന്ന് അന്തരീക്ഷം മാറി, സ്വർഗം തുറക്കപ്പെട്ടു. ഒരു തുള്ളി രക്തം ആ ലിസ്റ്റിലേക്ക് വന്നു വീണു. ഒരു തുള്ളി രക്തം ആ ലിസ്റ്റിലേക്ക് വന്നു വീണപ്പോൾ ആ രക്തം, സ്തോത്രം, ആ ലിസ്റ്റിൽ എഴുതിയിരുന്ന മുഴുവൻ കാര്യങ്ങളെ കഴുകിക്കളഞ്ഞു. ഒരു പാപവും ചെയ്യാത്തവൻ എന്നതുപോലെ മാർട്ടിൻ ലൂതറിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ രക്തം നിർത്തി. നിന്റെ പാപം, എൻ്റെ പാപത്തെ എന്നേക്കുമായി കർത്താവ് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അകറ്റിക്കളയട്ടെ. സമുദ്രത്തിൻ്റെ ആഴത്തിൽ ദൈവം ഇട്ടുകളയട്ടെ. ദൈവം അതിനെ മായ്ക്കട്ടെ. പിന്നെ നാളെ ഒരു ദിവസത്തിൽ അക്യൂസറാകുന്ന സാത്താൻ, കുറ്റം പറയുന്നവനായ സാത്താൻ അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു. 1932 അവൻ ഇതാണ് ചെയ്തത്, 1928 അവൻ ഇതാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താൽ കർത്താവ് അത് കഴുകി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദൈവത്തിന് മുൻപിൽ അത് നിലനിൽക്കത്തില്ല.